എൻ്റെ ചേട്ടൻ വളരെ സിമ്പിളാണ്. ജോസ് ഒരു താരമായിട്ടൊന്നും ഒരിക്കലും ജീവിച്ചിട്ടില്ല. പെരുവഴി അമ്പലം എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും സിനിമയിൽ വന്നപ്പോഴാണെങ്കിലും പുള്ളി എന്നോട് പറയുന്നത്, എടാ ഒന്നും പഴയത് മറന്ന് ജീവിക്കരുത്, നമ്മളെ ഇതായിട്ട് സത്യസന്ധമായിട്ട് പെരുമാറുക. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണ് സത്യസന്ധത വേണം, അല്ലാതെ വേറൊരു അതിനൊന്നും പോകണ്ട. എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക, സിമ്പിളായിട്ടിരിക്കുക. പുള്ളി സിമ്പിളായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, കോട്ടയത്തു നിന്നൊക്കെ പുള്ളി ബസ്സിൽ കയറി സുബ്രഹ്മണ്യം മലയാളി സ്റ്റുഡിയോ എവിടെ അഭിനയിക്കാൻ പോകുന്നു, ആലപ്പുഴയ്ക്ക് ബോട്ടെ കയറി കുഞ്ചാക്കോയുടെ സ്റ്റുഡിയോയിൽ പോകുന്നൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്. അന്ന് കാറിലൊന്നും പോകാൻ പറ്റുന്നതല്ല, അന്നത്തെ ശമ്പളം അവർക്ക് അതല്ലല്ലോ. ആ ഒരു ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അത്? ബേസിക്കലി നമ്മളെല്ലാം മനുഷ്യരാണ്. ആ ചിന്ത ചിലർക്കില്ല. ഇപ്പം മനുഷ്യരാണ്, നമ്മളൊക്കെ ഒരു മനുഷ്യ ജീവിതം, എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ വേഷവിധാനത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഒന്നും അല്ലിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്ന ആൾ തന്നെയാണ്. നമുക്ക് ഒരു ജീവിതം ദൈവം തന്നിട്ടുള്ളൂ. അത്ര മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ സാറിന്റെ ജീവിതാനുഭവങ്ങളിൽ മറുവശത്ത് ചിലരെങ്കിലും നിങ്ങളുമായിട്ട് പ്രവർത്തിച്ചവരല്ല, ഇപ്പോൾ ആക്ടേഴ്സ് ആവാം, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മറ്റു ടെക്നീഷ്യൻസ് ആവാം, ചിലരെങ്കിലും ഇതിൽ നിന്നും വിഭിന്നമായിട്ട് പെരുമാറുന്നത് സങ്കടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ സങ്കടപ്പെട്ട അവസരങ്ങളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സിനിമയിൽ കൂടെ തന്നെ നല്ലൊരു വേഷം ചെയ്ത് പ്രശസ്തനായ ഒരു നടൻ പിന്നീട് പ്രശസ്തനായി. എൻ്റെ പടത്തിൽ കൂടെയാണ് പുള്ളിക്കൊരു ലേബൽ കിട്ടിയത്. ആളെ പറ്റി പറയുന്നില്ല, പിന്നീട് നിങ്ങൾ ഊഹിച്ചെടുത്താണ്. ആള് അതിന് മുമ്പ് ചില മിമിക്രി ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഏറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾ ഇതിലൊരു നല്ല വേഷം കൊടുത്തു. അപ്പം അതിലഭിനയിക്കുമ്പം ഭയങ്കര ഭവ്യതയോടെയും ഭയങ്കര സ്നേഹത്തോടെയും ഒരു റെമ്യൂണറേഷൻ കൊടുത്തപ്പം പോലും, അയ്യോ സാർ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആൾ ഞാൻ പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം അന്നേരം അദ്ദേഹം പ്രശസ്തനായി. ഞാനൊരു അടുത്ത പടം എടുത്തപ്പോൾ പുള്ളിയെ വിളിച്ചു. ഒരു സാധാരണ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചില ഔദാര്യങ്ങൾ പ്രതീക്ഷിക്കും. നമ്മളോട് ഉള്ള ഒരാളാണല്ലോ. അപ്പം റേറ്റും കാര്യങ്ങളുമൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ കഴിയാതെ പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളിനോട് സംസാരിക്കുക, അത് ഞാൻ ഇത്രയാണ് മേടിക്കുന്നത് കേട്ടോ, അത് പുള്ളിയോട് പറഞ്ഞേക്കണം, ഈ ലെവലിലായി. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി നമ്മൾ മനുഷ്യരാണ്. അത് നമുക്കൊക്കെ ഈ സെൻറ്റിമെൻറ്റ്സും വിഷമങ്ങളും ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വർക്കെല്ലാം തീർന്നു കഴിഞ്ഞ് പുള്ളിക്ക് കൊണ്ടൊരു തുക കൊടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാനിതേ നമുക്കിപ്പോൾ ഉള്ളൂ. പുള്ളി പറഞ്ഞു, അത് എനിക്കിത് പോരാ. ഞാൻ പറഞ്ഞു, അത് പറയരുത്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ അന്ന് തന്ന തുകയല്ല, അതിനേക്കാൾ വേറൊരു വലിയ തുകയാണ്. പുള്ളി പുറത്തൊന്നും മേടിക്കുന്ന തുകയില്ലെന്നുള്ളത് സത്യമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് പറ്റിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞല്ലേ ഇത് ഇത്തവണ കേൾക്കണം. അപ്പോൾ പുള്ളി എന്നോട് പൈസ മേടിച്ചു.